കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ യാത്ര ഭയങ്കര പാടാണ്. തിരിച്ച് നമ്മൾ കേരളത്തിലോട്ട് പോവാണ്. ഓക്കെ. ഏറ്റവും ലാസ്റ്റില് ദിവസവും 12 മണിക്കൂർ ഇരുന്ന് പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിക്കാം. ഈ പുള്ളിക്കാരന് ടിക്കറ്റ് ഇല്ലാതെ പോകുന്ന പറയുന്നത്. എൻ്റെ കൂടെ ഒരാൾ കൂടെ വന്നു ഇരുന്നു. അപ്പോൾ ഇനിയും ആലപ്പുഴ വരെ ഇരുന്ന് പോകാം. ഹായ്, എല്ലാവർക്കും ട്രോൾ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ എത്ര മണിയാകും? 2 മണിയല്ലേ? 2 മണി കഴിഞ്ഞു. തിരിച്ച് നമ്മൾ കേരളത്തിലോട്ട് പോവാണ്. അഹമ്മദാബാദ് ഇത്രയും ദിവസം കറങ്ങി. അതേണ്ട അനു തന്നെയാണ് എന്നെ തിരിച്ചും കൊണ്ടാക്കുന്നത്. ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല സ്ക്രീനകത്ത്. ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ട്രെയിന് 3:05 ഇവിടെ എത്തുമെന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എനിവേ ഇപ്പോൾ ഇവിടുന്ന് ഒരു 30 മിനിറ്റ് ഉണ്ട്. ഒരു ഇച്ചിരി നേരത്തെ അവിടെ പോയി ഇരിക്കാം, വെറുതെ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് നേരത്തെ അങ്ങ് ഇറങ്ങു. രാത്രി ആയതുകൊണ്ട് റോഡിൽ ട്രാഫിക് ഒന്നുമില്ല. ഓഫ്കോഴ്സ് അതറിയാം. എന്നാലും നേരത്തെ അങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. ആരുമില്ല റോഡിൽ. രാവിലെയൊക്കെ ഈ വഴി പോയെന്ന അവസ്ഥ നിങ്ങൾ ആ വീഡിയോയിലൊക്കെ കണ്ടതല്ലേ. ഇപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ലോങ് പോകുന്ന ബസ്സുകൾ മാത്രമുണ്ട് ഈ സമയത്ത്. ട്രക്കുണ്ട്. എന്നവാ അവിടൊക്കെ ഓണം തന്നെ ഇരിക്കും. ഓക്കെ. മൊത്തമായിട്ട് എംപ്റ്റി ആയിട്ടില്ല. ഇപ്പോഴും റോഡിൽ വണ്ടികളൊക്കെ ഉണ്ട്. അതാണ് ഫ്രണ്ടിൽ കണ്ടില്ല. അപ്പൊ ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാം. രാത്രി 2 മണിക്ക് ഇവിടെ തിരക്കുണ്ടല്ലോ. 2:30 ആയിപ്പോ. 2:30 ഇവിടെ തിരക്കുണ്ട്. തണുപ്പുണ്ട് അതേപോലെ തന്നെ. എങ്ങോട്ടാ? അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തി. 6 അവിടെ, പ്ലാറ്റ്ഫോം 6. അങ്ങോട്ടാണോ? ഇതുണ്ട് ഒരാൾ തീവ്രവാദിനെ പോലെ ഇവിടെ. നീ തീവ്രവാദി പോലെയാണോ? ഇവിടെ എത്ര ഉണ്ട് മൊത്തം കൂടെ? 12? എത്ര പ്ലാറ്റ്ഫോം? 6. എന്ന് വെച്ചാ 12 പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ നടുക്കത്തെ പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്. നിൽക്കാറുള്ളൂ. യെസ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരിക്കാം. കോച്ച് പൊസിഷൻ എത്തി. വേണ്ടി ട്രെയിനിന്റെ ലാസ്റ്റ് കൊടുത്ത അതാണ് നമ്മുടെ ട്രെയിനിന്റെ ഇത് വെച്ചേക്കുന്നത്. ഏറ്റവും ലാസ്റ്റില് ഇവിടെ തന്നെ അല്ലേടേ ഏറ്റവും എടുത്തേക്കുന്നത്. ഇത്രയും ലാസ്റ്റ് ഏറ്റവും വരുമോ? നമ്മുടെ മറ്റേ ട്രെയിനകത്ത് നടുക്കായിരുന്നു. ഈ ട്രെയിനിന്റെ ഏറ്റവും അവസാനം. കൊള്ളാം. ടിക്കറ്റ് ഇത് കൺഫേം ആയി. RICയിലാണ് കിടക്കുന്നത്. ഇരുന്ന് പോവോ കിടന്നു പോവോ എന്ന് ആർക്കറിയാം. ഇരുന്ന് പോണ ഇടയ്ക്ക് ഒരു ദിവസവും 12 മണിക്കൂർ ഇരുന്ന് പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിക്കാം. ഇനിയും ട്രെയിൻ വരട്ടെ, എന്നിട്ട് നോക്കാം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. അകത്തെ സീറ്റിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ് ഒന്നും അറിയില്ലല്ലോ. നോക്കാമല്ലോ. അതുകൊണ്ട് ഏതൊരു ട്രെയിൻ വരുന്നു. അതേത് ട്രെയിൻ എപ്പോ വരുന്നത്? നമ്മുടെ അല്ലല്ലോ. നമ്മുടെ ട്രെയിൻ എത്തി. നേരത്തെ എത്തിയത്. അപ്പൊ പെട്ടെന്ന് ഇറങ്ങുകയല്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനി അകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം. ഇതേതാ? സെക്കൻഡ് ക്ലാസ്സോ? ഓക്കെ, ജനറൽ. അപ്പൊ ഏറ്റവും ലാസ്റ്റാ.
കറക്റ്റ് അത് ചീറ്റിംഗ് ആണ് കേട്ടോ. A2 എന്ന് പറഞ്ഞിട്ട് പിന്നെയും ബാക്കിലോട്ട് കൊണ്ടുപോകുന്നു. മോശം 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 മോശം. ആ A2 ഇവിടെ ലാസ്റ്റിൽ കൂടെ കയറ്. എൻ്റെ ലാസ്റ്റില്ല. ആ ഓക്കെ, ഇതെന്താ അടച്ചിട്ടേക്കാണോ? അടച്ചിട്ടേക്കാവാ. ആസ്ഥാനത്തെ ഇവരിങ്ങനൊക്കെ ചെയ്യത്തുള്ളൂ. ഇവിടെ വെയിറ്റ് ചെയ്യാം. അവരകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടേക്കുന്നു സ്റ്റേഷനിലെത്തിയിട്ടു. അതൊരുമാതിരി അസ്ഥാനത്തെ പരിപാടിയായിപ്പോയി. ട്രെയിൻ എടുക്കാൻ പോകുന്നതിന്റെ വിസിലടിച്ചു. ഇങ്ങനെയുള്ളവരെയോ? ആഹാ, ഓക്കെ 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 ഓക്കെ. ആഹാ, ഓ ട്രെയിൻ ഇപ്പൊ ആ ഓക്കെ ഓക്കെ. ട്രെയിൻ എടുക്കാൻ പോവാണ്. ഓക്കെ, ആൻഡ് ഈ പുള്ളിക്കാരന് ടിക്കറ്റ് ഇല്ലാതെ പോകുമെന്ന് പറയുന്നത്. ഓക്കെ ബൈ ബൈ. ആ ഓക്കെ ബൈ ബൈ, ടാറ്റാ. ആ പുള്ളിക്കാരൻ ടിക്കറ്റ് ഇല്ലാതെ ഇവിടെ തൂങ്ങി നിൽക്കാൻ പോവാന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അകത്തോട്ട് കയറാം. ട്രെയിൻ എടുത്തു, ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ എടുത്തു, നമുക്കിനി നമ്മുടെ സീറ്റിൽ പോയിരിക്കാം. ഇരുട്ടാണ്. ലൈറ്റ് ഓണാക്കി. ഇനി നമുക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. യപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും അവിടെ എത്താൻ പോകുന്നത് എത്ര മണിക്കാണ്? ട്രെയിൻ ടൈമിംഗ് പ്രകാരം നമ്മൾ ആലപ്പുഴയിലാണ് ഇറങ്ങുന്നത്. തിരുവല്ലയിൽ ഉള്ളോട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആലപ്പുഴയിലോട്ടെടുത്തു. ആലപ്പുഴയിലെത്താൻ എത്ര മണിയെന്ന് കാണിക്കുന്നത്? 11:30 നമ്മൾ. അപ്പോൾ ഇതും 1 day 12 hours in train. RAC എവിടെയെങ്കിലും ഷെയറിങ് ആകാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഷെയറിങ് ആകല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഷെയറിങ് വെച്ചാൽ അത്ര നേരം ഇരുന്ന് പോകാൻ ഭയങ്കര പാടാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ഇരുട്ടാ. രാവിലെ ആകുമ്പോൾ ഞാൻ ബാക്കി പറയാം. ഓക്കെ, ബൈ 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 ബൈ. നമ്മളിങ്ങനെ സൂരത്തിലെത്തി. എൻ്റെ കൂടെ ഒരു പണിയും കൂടെ കിട്ടി. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ടിക്കറ്റ് RAC ആണ്. സോ സ്ലീപ്പർ കിട്ടിയില്ല. എൻ്റെ കൂടെ ഒരാളും കൂടെ വന്നു ഇരുന്നു. അപ്പോൾ ഇനിയും ആലപ്പുഴ വരെ ഇരുന്ന് പോകാം. 1 day and 1 day അല്ല 1 day. ഓ 11:30 വരെ ഇരുന്ന് പോകണം. നാളെ 11:30 വരെ. എല്ലാം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ട്രാവൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ വരുന്ന സംഭവം. ഇപ്പോൾ സമയം 8:08. ബിഗ് ബോസ് പറയുന്ന പോലെ ഞാനും പറയുകയാണ്. അപ്പം അട്ടുൽ ATUL അങ്ങനെ ഏതോ ഒരു സ്ഥലത്താണ്.
വീട്ടിൽ നിന്ന് ബ്രെഡ് കൊണ്ടുവന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്ത് ചെയ്തെന്നറിയാം, 2 മുട്ട എടുത്ത് ഒരുമിച്ചുണ്ടാക്കി, എന്നിട്ട് 4 ബ്രെഡ് എടുത്ത് ഒരുമിച്ച് അറ്റാമാക്കും. ഒരു ചെറിയ ബ്രെഡ് പോലെയായി. കളി ഞാൻ സിനിമാസ് ഡൗൺലോഡ് ചെയ്തു ഇപ്രാവശ്യം വരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ വാക്കിംഗ് ഡെഡ് സീരീസ് തീർന്നിട്ടില്ലായിരുന്നു. വാക്കിംഗ് ഡെഡും ഇഫ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുള്ളൂ. നല്ലതെന്ന് ചെയ്തതെന്ന് അറിയില്ല, നോക്കണം. പിന്നെ ദ ഹണ്ടർ, രജനീകാന്തിൻ്റെ സിനിമയില്ല, അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പോവാം. ഞാനിപ്പോൾ സിനിമ കണ്ടുകൊണ്ട് ഇത് കഴിച്ചു തീർക്കട്ടെ. വസൈ റോഡ് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ്? പാൻവേൽ രത്നഗിരി. ഓ, ഈ സ്ഥലമൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കിടന്നുറങ്ങുമായിരുന്നു. ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു. അതായിരുന്നു നമ്മൾ കാണുന്നത്. ഇതാ മറ്റേ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് പോയില്ലേ, ആ ഒരു ലുക്കുണ്ട്. എന്താ ഒന്നും കാണുന്നില്ലേ? പറ്റിച്ചു. ഇത് ലേക്കോ റിവറോ എന്തോ ആയിരുന്നു, അത് വറ്റി തുടങ്ങി. ഞാൻ പറഞ്ഞില്ല ഇത് ഷെയറിങ് ആയിരുന്നു. അപ്പോൾ മണ്ടയ്ക്കാറില്ലായിരുന്നു. ആ ചേട്ടൻ മണ്ടക്കോട്ട് പോയി. എൻ്റെ ലിഗ്മെൻറ്റ് ഇതായതുകൊണ്ട് എനിക്ക് മണ്ടക്കോട്ട് കയറാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ വന്ന് മണ്ടക്കോട്ട്. അപ്പം ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാനപ്പം മാറാം, അപ്പം നമുക്ക് താഴെ ഇരിക്കാം. കുറച്ചേരം അങ്ങനെ കിടക്കട്ടെ. ആരും കയറിയില്ലെങ്കിൽ രാത്രി കിടക്കാൻ പറ്റും. കയറിക്കഴിഞ്ഞാൽ ഇരുന്നുറങ്ങേണ്ടവർ കൊണ്ടുവരാ. വെള്ളം വറ്റിയിട്ട് അതെല്ലാം കണ്ട് ബോട്ടെല്ലാം സ്റ്റക്കായി കിടക്കുന്നു. ദൂരെ ഉണ്ടോ മല? ആ, തെളിപ്പം കാണിട്ട് മല ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇച്ചിരി കൂടെ പൊക്കി വെച്ച് നോക്കാം. ഓ ഇല്ല, മരങ്ങളൊന്നും വെച്ചാൽ അവിടെ ആ സൈഡിൽ ഇവിടെ മൗണ്ടൻ കണ്ടല്ലോ, മൗണ്ടൻസ് ഉണ്ടായിരുന്നു. അങ്ങ് ദൂരെ ഈ ബിൽഡിങ്സ്, സിറ്റി പോലെ ബിൽഡിങ്സും ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അതായത് ഇവിടെ നോക്കാൻ പറ്റും. ഓ ഇല്ല ഇല്ല ഇല്ല, ഇത് കൺസ്ട്രക്ഷൻ ഏരിയ. അങ്ങ് ഈ മലേൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശ്രദ്ധിച്ചെങ്കിൽ അത് കാണാൻ പറ്റും. ചിലപ്പോഴേ ക്യാമറയ്ക്ക് ഇത് വൈഡായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് കൊള്ളായിരുന്നു. ആ ഒരു പുഹയിൽ ബിൽഡിങ്സ് മാത്രം ഇങ്ങനെ 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 വര ഇതായിട്ട്. അതിൻ്റെ ഇപ്പുറത്ത് മല. നല്ല രസമായിരുന്നു. ഇത് കൊള്ളാം കേട്ടോ. രത്നഗിരി എത്തിയിട്ടില്ല. രത്നഗിരിൻ്റെ മുമ്പുള്ള സമയം എല്ലാം കൊള്ളാം. അയ്യോ അതുകൊണ്ട് അത് ട്രെയിൻ. ഓ ഇത് തന്നെ. ആ
തെളിഞ്ഞാൽ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. എക്സൈറ്റ്മെന്റ്. ഇപ്പോൾ സമയം അത്രേ 4:30 രത്നഗിരിയിലെത്തി. പക്ഷേ രത്നഗിരി സ്റ്റേഷൻ അതുകൊണ്ട് രത്നഗിരി സ്റ്റേഷൻ്റെ കീഴെ വന്നിട്ട് നിൽക്കുക. അകത്തോട്ട് കയറിയിട്ടില്ല. 10 മണിക്ക് കിടന്നു. ഞാൻ 4 മണിക്ക് എഴുന്നേറ്റത്. രാത്രി മര്യാദയ്ക്ക് ഉറക്കം കിട്ടിയില്ലായിരുന്നു. നോക്കാം ഇനിയും എങ്ങനെയൊക്കെയാ കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. കിട്ടുന്ന അത്ര ഉറക്കം ഞാനിപ്പോൾ എടുക്കുക. കാരണം മണ്ടയ്ക്ക് ആൾ വന്നാൽ പണി പാടും. ഇടയ്ക്കിടയ്ക്ക് വിഷ്വൽസ് ഓണാക്കാൻ എഴുന്നേൽക്കുമ്പോൾ വിഷ്വൽസ് ഓണാക്കും, പിന്നെ അങ്ങ് കിടക്കും. ഇടയ്ക്ക് വെച്ച് ഞാൻ ടൈം ആപ്പ് ഓണാക്കിയിട്ട് അങ്ങ് കിടന്നു പോയി. ഞാൻ മനമേ ഉറങ്ങിപ്പോയി. നമ്മൾ അങ്ങോട്ട് പോയത് അഹമ്മദാബാദിൽ പോയപ്പോൾ ഇവിടെയൊക്കെ രത്നഗിരി ഈ സൈഡിലൊക്കെ ഇരുട്ടായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും അങ്ങോട്ട് ഇരുട്ട്. അയ്യോ അയ്യോ. അപ്പം അന്ന് കണ്ട കാര്യങ്ങൾ ഇന്ന് കാണാൻ പറ്റില്ല. അന്ന് കാണാതെ പോയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനിവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. സിനിമ കാണുക, വെള്ളം കുടിക്കുക, കിടന്നുറങ്ങുക. സിനിമ കാണുക, വെള്ളം കുടിക്കുക. ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊന്നും ഞാൻ കഴിക്കുന്നില്ല. കാരണം ബാത്റൂമിൽ ഞാൻ പോയായിരുന്നു. ഏതവനോ കയറിയിട്ട് അങ്ങനെ തന്നെ ഇരുന്നിട്ടങ്ങ് പോയി. എൻ്റെ പൊന്നോ, എന്നത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് പോവുക. എവിടെ ആറ്റ അതിനെയും കാട്ടിലുണ്ടായിരുന്നു. വേറെ ഇതാകാത്ത രീതി കഴിച്ചിട്ടിരിക്കുക മാത്രമേ വഴി. എന്നാലും എനിക്കിപ്പോഴും മനസ്സിലാക്കാണ് ബാത്റൂമിൽ പോയൊന്ന് കഴുകിയിട്ട് ഇറങ്ങി വന്നൂടെ. എപ്പം നന്നാവാൻ പോവാണ്. എപ്പോൾ ഇന്ത്യൻ്റെ നമ്മുടെ നാട്ടിലത്തെ ട്രെയിനിൻ്റെ കാര്യങ്ങൾ എപ്പോൾ അന്വേഷിച്ചാലും യൂട്യൂബിൽ സെർച്ച് ചെയ്താലും ഈ ഒരു കാര്യം മാത്രം ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. കാര്യം അങ്ങനെ തന്നെയായിരിക്കും. അവിടെ ഇതുണ്ട്, ഫ്ലഷും ഉണ്ട്, ബക്കറ്റും ഉണ്ട്. ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് പോയിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഒരു ജന്മത്തും മാറത്തില്ല ഇവിടെ. അതിപ്പോൾ എത്ര ഫെസിലിറ്റി വെച്ച് കൊടുത്താലും അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഗുഡ് മോർണിംഗ്. അങ്ങനെ കാസർഗോഡ് എത്തി നമ്മൾ. ഇന്നലെ രാവിലെ തൊട്ട് രാത്രി വരെ കിടന്നുറക്കമായിരുന്നു ഞാൻ. ഉറക്കമൊന്നും കറക്റ്റായിട്ടേ അല്ല കിട്ടിയത്. അയ്യോ അയ്യോ, ഇത് ഇച്ചിരി കഷ്ടപ്പെട്ട ട്രിപ്പായിരുന്നു. എനിക്ക് വീഡിയോസും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അതേണ്ട വണ്ടി എടുക്കാൻ പോവാ കാസർഗോഡിൽ നിന്ന്. ഇവിടെ എത്തിയപ്പോൾ തണുക്കാൻ തുടങ്ങി കേട്ടോ, നല്ലോണം. ഇനി ഒരു 11:30 ആകുമ്പോഴത്തേക്കും ആലപ്പുഴയിലെത്തും. എല്ലാവരും കിടന്നുറങ്ങുക. അത് ഞാൻ അകത്തൊന്നും ചെയ്യാതെ. പിന്നെ ലൈറ്റ് ഇല്ലായിരുന്നു. എൻ്റെ മുഖം കൊണ്ട് മൊത്തം എണ്ണ പിടിച്ച്. കാസർഗോഡ് ടാറ്റാ പറയാം. നമുക്കെന്നകത്ത് പോയിരിക്കാം.
ആലപ്പിയെത്തി. ഇനി എൻ്റെ വീട്ടുകാരെ തപ്പട്ട്. വീട്ടുകാരെവിടെ? അവരേതോ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി നിൽപ്പുണ്ട്. എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി അവരെ തപ്പി കണ്ടുപിടിക്കട്ടെ. എൻ്റെ പിന്നെ അവസാനം കണ്ടുപിടിച്ചു. താണ്ട് ഫ്രണ്ടിൽ പോകുന്നു, താണ്ട് ബാക്കിലും. ആ നന്നായി. ട്രെയിൻ യാത്ര കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ യാത്ര ഭയങ്കര പാടാണ്. ആ ഇനിയും വണ്ടി കയറ്റട്ടെ. വേണ്ട വേണ്ട. അവിടെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് വാ. അങ്ങനെ താണ്ട നമ്മളങ്ങനെ ആലപ്പുഴ റെയിൽവേ സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. എൻ്റെ പൊന്നെ, ഇനി അടുത്ത ട്രിപ്പിന് പോണ്ടേ? 21-ന്. ആ അടുത്ത ട്രിപ്പ് ഉടനെ ഉണ്ട്, 21-ന്. അങ്ങോട്ട് പോയതും കുഴപ്പമില്ലെന്ന്, അവിടെയും കുഴപ്പമില്ലെന്ന്. ഇങ്ങോട്ട് വന്നതാ.